ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. വലിയ ഗതാഗത തിരക്കുള്ള കട്ടപ്പന ടൗണിലെ ഇടുക്കി കവല ജംഗ്ഷനിൽ കാൽനട യാത്രികർ സഞ്ചരിക്കുന്ന ഭാഗത്തെ മൂടിയില്ലാത്ത ഓട വൻ അപകടക്കണിയാകുന്നു. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമാണിവിടം. ടൗണിൽ നിന്ന് വെള്ളയാങ്കുടി ഭാഗത്തേക്ക് പോകാനുള്ളവർ സഞ്ചരിക്കുന്ന ഭാഗത്താണ് ഓട ഭീഷണിയാകുന്നത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. ഇടുക്കി കവല പെട്രോൾ പമ്പ് ഭാഗത്തുൾപ്പെടെ ഓടയ്ക്ക് മൂടിയുണ്ടെങ്കിലും വളവ് തിരിയുന്ന സ്ഥലത്ത് ഓടയ്ക്ക് മൂടി സ്ഥാപിച്ചിട്ടില്ല. ഇവിടേക്ക് കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഓടയ്ക്ക് മുകളിൽ സ്ലാബ് ഇല്ലാത്തത് കാൽനട യാത്രികരുടെ ശ്രദ്ധയിൽപ്പെടാൻ ബുദ്ധിമുട്ടാണ്. കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്കടക്കമുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ദിവസേന കാൽനടയായി സഞ്ചരിക്കുന്ന പാതയിലാണ് ഈ അപകടാവസ്ഥയുള്ളത്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ സൈഡ് നൽകുന്നത് ഈ ഓടയിലേക്ക് വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. റോഡിന്റെ അരികു ചേർന്ന് നടക്കുന്നവർ ഈ ഓടയിൽ പതിക്കാനുള്ള സാധ്യതയുമുണ്ട്. കട്ടപ്പന ഇടുക്കി കവലയിൽ ഭാരത് പെട്രോളും പമ്പിന് അടുത്ത് ഒരു 4.5 അടിയോളം ഉള്ള ഒരു ഡ്രെയിനേജ് ഓട ഓപ്പണായി അവിടെ കിടക്കുകയാണ്. അത് അവിടെ വന്ന് 1-2 ആളുകൾ രാത്രിയിലും പകലുമൊക്കെയായി അവിടെ വീണു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സെൻട്രലിൽ നിൽക്കുന്ന മരം വളഞ്ഞ് ബസ്സുകളും വലിയ വാഹനങ്ങളും വരുമ്പോൾ അവിടെ യാത്രക്കാർക്ക് അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒന്നും അവിടെ ഒന്ന് നിൽക്കാൻ പോലുള്ള ഒരു സ്ഥലമില്ല. നേരെ സ്വല്പം ഒന്ന് തെന്നിയാൽ ഓടയിലേക്ക് പോകും. അത് എത്രയും വേഗം അവിടെ അത് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹൈവേ അധികൃതർക്കും മുനിസിപ്പാലിറ്റിയിലും അതനുസരിച്ചുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഇങ്ങനെയുള്ള അപകടങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഇതിനൊക്കെ ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇറങ്ങുന്നത്. അത് എത്രയും വേഗം അവിടെ സ്ലാബിട്ട് അത് കവർ ചെയ്ത് ആളുകൾക്ക് ഗതാഗത യോഗ്യമാക്കി തീർക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അത് നാഷണൽ ഹൈവേ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നാണ് മുനിസിപ്പൽ അധികൃതർ പറയുന്നത്. പക്ഷേ മുനിസിപ്പാലിറ്റിയിലും ആ വിവരം രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം ഇനി ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പായി ആ ഓട പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കവല ജംഗ്ഷനിൽ നിന്നാണ് ടൗണിലേക്കും ഏലപ്പാറ ഭാഗത്തേക്കും ഇടുക്കി ഭാഗത്തേക്കുമെല്ലാം വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത്. അതിനാൽ ഇവിടെ ഭൂരിഭാഗം സമയത്തും വാഹനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഗതാഗത നിയന്ത്രണത്തിന് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സ്ഥിതിയുമുണ്ട്. കാൽനട യാത്രികർ റോഡിലേക്ക് ഇറങ്ങി നടന്നാൽ അപകടമുണ്ടാകും. ഇത്തരമൊരു സാഹചര്യമായിട്ടും ഇവിടെ ഓടയ്ക്ക് മൂടി സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ല. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.